ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഞങ്ങളിവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക, വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തൊന്നും പോവാതെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് നമ്മൾ നിൽക്കുക. അങ്ങനെ ആയാൽ മാത്രമേ ഈ ഒരു മഹാമാരിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതിനുശേഷം 2-3 ദിവസം മുന്നേ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളി, ഒരു സവാളയുടെ പകുതി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു ഏലക്കായ, പിന്നെ 2-3 ഗ്രാമ്പു, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കിലോ ബീഫാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ തക്കാളി, വലിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി കപ്പ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു കപ്പയുടെ അതേ ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. ഇത് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അത് മസ്റ്റാണ്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ബീഫ് നല്ല പോലെ വേവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് തേങ്ങയും വലിയ ജീരകവും കൂടി അരച്ചിട്ടുള്ള ഒരു അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കപ്പ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം.
കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ ബിരിയാണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇറച്ചി നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ ഈ ഒരു അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. 100% ഗ്യാരണ്ടിയാണ്. കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ പ്രതീക്ഷിക്കാതെയുള്ള മഴയും ലോക്ക്ഡൗണും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഒരുപാട് കപ്പ കൃഷി ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കുറച്ചധികം കപ്പ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഈ കപ്പ എന്ന് പറയുന്ന വെള്ളം കയറിയ പെട്ടെന്ന് നശിച്ചു പോകുമല്ലോ. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് അവരെടുത്ത് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറഞ്ഞ വിലക്ക് എല്ലാവരും അവർ വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് കപ്പ വാങ്ങിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പ. നല്ല പൊടിയുള്ള കപ്പയായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും കയ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.